നമ്മുടെ റേഷൻ അരിയാണേ. കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പച്ചരിയും ചാക്കരിയും കൂടെ പുട്ടിന് വേണ്ടിയിട്ട് പൊടിച്ചതാണ്. അതായത് 3 നാഴി പച്ചരിയും 1 നാഴി ചാക്കരി ഇട്ടിട്ടാണ് ഇതാ നല്ല പൂ പോലത്തെ നല്ല പഞ്ഞി പോലെയുള്ള പുട്ടിനുള്ള മാവ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ചെടുത്ത് പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഞാൻ കാണിച്ചു തരാവേ. ഇതാ നല്ലവണ്ണം പുട്ടിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഇതാ നല്ലവണ്ണം പുട്ടിന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഇതാ അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലോട്ട് ഞാനൊന്ന് ഈ കുഴച്ച മാവ് ഞാനൊന്ന് വാരിയിടട്ടെ. ഇതാ മാവെല്ലാം കുറ്റിയിൽ നിറച്ചിട്ട് ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം ഇതാ പുട്ടുകുറ്റി അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി വരട്ടെ. ഇതാ അങ്ങനെ പുട്ടങ്ങനെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഞാനൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. ഇതാ നല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട്, റേഷൻ അരി മാത്രം മതി, നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും റേഷൻ അരി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ. ഇനി വേറൊരു രീതിയിലും ഈ പുട്ടുണ്ടാക്കാം. പുട്ടിൻ്റെ ഈ തേങ്ങ ഇടുന്നതിന് പകരമായിട്ട് കുറച്ച് പഴം ഇട്ട് വേണമെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാവേ. ഇതാ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് പകരം തേങ്ങയും ഏത്തപ്പഴവും കൂടെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ പുട്ടാണ്. ഇതാണ്ട് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റേഷൻ അരി കൊണ്ട് ഇങ്ങനെ ഒന്ന് മാവുണ്ടാക്കി പുട്ടുണ്ടാക്കണേ. മാവ് പൊടിച്ച് പുട്ടുണ്ടാക്കണേ. ഓക്കെ, ബൈ.